സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവയിൽ നിന്ന് ലഭ്യമായതല്ലാതെയൊന്നും നമുക്കില്ലാത്തതിനാൽ നമ്മിൽ തന്നെ അഹങ്കാര ചിന്തകൾ ഉണ്ടാകുവാൻ പാടില്ല. ഇസ്രായേൽ അരാമ്യർക്കെതിരെയുണ്ടായ യുദ്ധത്തിൽ ആഹാബ് രാജാവ് തന്റെ സ്വയബുദ്ധിയിൽ തോന്നിയ പ്രകാരം വേഷം മാറി പടയിൽ കടന്നു. എന്നാൽ ആ പടയിൽ വെച്ച് ആഹാബ് രാജാവിന് മുറിവേറ്റു. മുറിവിൽ നിന്ന് രക്തം രഥത്തിനകം വരെ ഒഴുകി. രാജാവ് മരിച്ചു. രഥം കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ വന്ന് അവന്റെ രക്തം നാക്കി. ഇത് നാം രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ വായിക്കുന്നു. ആഹാബിന്റെ സ്വയബുദ്ധിയിൽ നിന്ന് ഉടലെടുത്ത വഴി അവനെ രക്ഷിച്ചില്ല. യൊരോബെയാം തന്റെ മനസ്സിൽ തോന്നിയ പ്രകാരം ജനത്തെ തന്റെ പക്ഷത്ത് നിർത്തേണ്ടതിന് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ യെരുശലേമിൽ പോയത് മതി, ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്നവരോട് പറഞ്ഞു. ഈ കാര്യം അവർക്ക് പാപഹേതുവായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് എന്ന ദൈവിക ഉപദേശം നാം പാലിക്കുമെങ്കിൽ ദൈവത്തിൽ നിന്ന് ആലോചന സ്വീകരിച്ച് അനുഗ്രഹീതമായൊരു ജീവിതം നയിക്കുവാൻ ഇടയാകും. അതിനായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ വിനയപ്പെടാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങ് ഞങ്ങളുടെ മേൽ ദൃഷ്ടിവെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരണമേ. അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം ജീവിക്കുവാൻ ആവശ്യമായ പരിജ്ഞാനം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. എന്നും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. വഴിയും സത്യവും